ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു കോളറായിരുന്നു. പിന്നിൽ ക്രമരഹിതമായ ഒരു സൂട്ട് കാണിച്ചിരുന്നു. തെറ്റായി ഊഹിച്ചാൽ അത് പൊട്ടിത്തെറിച്ചു. പക്ഷേ നിങ്ങളുടെ സ്വന്തം സൂട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ടി വന്നു. പക്ഷേ ആളുകളെല്ലാം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ബുദ്ധിമാനായ വികൃതി പെട്ടെന്ന് ഒരു ട്രസ്റ്റ് ഗ്രൂപ്പ് സ്ഥാപിച്ചുവെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ മനഃപൂർവ്വം തെറ്റായി ഉത്തരം നൽകി. മറ്റു ചിലർ അവളോടൊപ്പം ചേർന്നു. താമസിയാതെ അവർ അവരുടെ കോളറുകൾ കാണിച്ചുകൊണ്ട് ടീം അംഗങ്ങളോട് ശരിയായ സൂട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ബാക്കിയുള്ളവരും സ്വന്തം പങ്കാളികളെ കണ്ടെത്തി. അങ്ങനെയാണ് ആദ്യ റൗണ്ട് അവസാനിച്ചത്. എല്ലാവരും ടെസ്റ്റ് പാസ്സായി ജീവനോട് തുടർന്നു. പക്ഷേ മോളിനെ പുറത്തെടുത്താൽ മാത്രമേ കളി അവസാനിക്കൂ എന്നതിനാൽ കഷണ്ടിക്കാരൻ തന്റെ പങ്കാളിയോട് സൂട്ട് പറയാൻ നിർബന്ധിക്കാൻ ബലപ്രയോഗം നടത്തി. അടുത്ത തവണ ഇത്രയും നേരം കാത്തിരിക്കരുത്. പക്ഷേ അത് തിരിച്ചടിച്ചു. അവന്റെ കോളറുകൾ ഒരു വജ്രമുണ്ടായിരുന്നു. ആർക്കും അവനെ തടയാൻ കഴിയാത്തതുപോലെ അടുത്ത റൗണ്ടിലേക്ക് നടന്നു. മറ്റുള്ളവർ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ആരും രണ്ടാം റൗണ്ടിൽ കാലുകുത്തിയില്ല. ഉത്തരങ്ങൾ ക്ലബ് അക്രമാസക്തനായ കഷണ്ടിക്കാരനാണ് ആദ്യം മരിച്ചത്. പക്ഷേ കളി അവസാനിച്ചില്ല. ചെക്കേടാൾ മോളാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിനാൽ അവൾ തന്റെ സഹതാരങ്ങളെ ഒരുമിച്ച് പുറത്തെടുക്കാൻ പ്രേരിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ചിഹ്നങ്ങൾ ഒരു സ്പേഡ് പോലെ തോന്നുന്നു. അതെ, അതൊരു സ്പേഡാണ്. സ്പേഡ്. വളരെ നന്ദി. അതുപോലെ ചെക്കേടാളെ കബളിപ്പിച്ചു. അവന്റെ സൂട്ട് യഥാർത്ഥത്തിൽ ഒരു ഹൃദയമാണെന്ന് അവൻ അറിഞ്ഞില്ല. പ്രതീക്ഷിച്ചതുപോലെ അതൊരു സ്പേഡാണ്. അവൻ മരിച്ചു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തത് കളി അവസാനിച്ചില്ല. മഞ്ഞ നിറത്തിലുള്ള പെൺകുട്ടി വളരെ ഭയപ്പെട്ടു. അവൾ ശ്വസിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. പക്ഷേ നോട്ടി ഇതിനകം തന്നെ മഞ്ഞ നിറത്തിലുള്ള പെൺകുട്ടിയെ നോക്കി. കാരണം അവർ ചെക്കേടാളെ കബളിപ്പിച്ചപ്പോൾ ഒരു ചോദ്യം ഉയർത്തിയത് അവളായിരുന്നു. വികൃതിക്ക് വെല്ലുവിളിക്കപ്പെടുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൾ മറ്റുള്ളവരെ മഞ്ഞ നിറത്തിലുള്ള പെൺകുട്ടിയെ പുറത്താക്കാൻ പ്രേരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഈ നീക്കം അവളുടെ ഗ്രൂപ്പിൽ ഒരു വിശ്വാസ പ്രശ്നമുണ്ടാക്കി. മഞ്ഞ പെൺകുട്ടി മരിച്ചതിന് ശേഷം ചുവന്ന ഷർട്ട് പെൺകുട്ടി അടുത്ത റൗണ്ടിൽ നോട്ടിയെ വിശ്വസിച്ചില്ല. അവൾക്കൊരു ഹൃദയമുണ്ടെന്ന് നോട്ടി അവളോട് പറഞ്ഞു. പക്ഷേ അവൾ ഇപ്പോഴും മറ്റൊരാളോട് സഹായം ചോദിക്കാൻ പോയി. ഇതൊരു ക്ലബ്. അവസാനം അവൾ ക്ലബ്ബ് തിരഞ്ഞെടുത്തു. ഗെയിം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അവളും മരിച്ചു. കൂടുതൽ ആളുകൾ മരിച്ചു. മുടിയൊഴിഞ്ഞ ആൾ വളരെ പരിഭ്രാന്തനായി. നോട്ടിക്ക് ഹൃദയത്തിന് പകരം ഒരു വജ്രമുണ്ടെന്ന് അവൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് സ്വയം തിരുത്തിയെങ്കിലും നോട്ടീസ് ഇപ്പോഴും അവനെ സംശയിക്കാൻ തുടങ്ങി. അവൾ അവസാനമായി വിളിച്ച 2 സഹതാരങ്ങൾ അവനെ പുറത്തെടുക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ താമസിയാതെ അവൻ അവിടെ അടുത്തേക്ക് പോയി നോട്ടിയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. ആ വ്യക്തി നോട്ടിയുടെ വിശ്വസ്തനായ നായയെപ്പോലെ പെരുമാറുന്നത് കണ്ടപ്പോൾ അവരിപ്പോഴും ചിന്തിച്ചു. ആ നിമിഷം ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിച്ചു. അതിനാൽ അവർ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. അവർക്കിടയിലുള്ള വിശ്വാസം ഉപയോഗിച്ച് നോട്ടിയെയും മുടികൊഴിഞ്ഞുകൊണ്ടിരുന്ന ആളെയും പുറത്തെടുത്തു. ആ റൗണ്ടിന് ശേഷം അവർ രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ക്ലബ് സ്പേഡ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ നാളെ